ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിനോമിസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ചുക്കയാണ്. മട്ടൻ സുക്ക എന്നതിനെ വിളിക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായി കുക്കർ എടുത്ത് 3/4 കിലോ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.25 ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് ഒരു 5 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ ഇടണം. ഈ സമയത്ത് ഒരു പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുക്കാവുന്നതാണ്. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു 5 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ആഡ് ചെയ്തതിനു ശേഷം സോട്ട് ചെയ്തെടുക്കുക. ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് സോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു 25 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 4 സവാള ഫൈൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി സോട്ട് ചെയ്യുക. സവോള ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി വീണ്ടും സോട്ട് ചെയ്യുക. ഇതിലേക്ക് 3 തക്കാളി നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായി സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് ഒന്നുകൂടി നന്നായി സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ച മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കൈ നിറയെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് ചെറുതായി ഇളക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്ര ടേസ്റ്റിയാണെന്ന്. ഇത് നിങ്ങൾക്ക് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നോമീസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.